ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൺ NFS ആണ്, അതായത് സൺ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യമായിട്ട് തന്നെ ഈ ഒരു പേര് വരാൻ റീസൺ, ഇത് ഡെവലപ്പ് ചെയ്തത് സൺ മൈക്രോ സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സപ്പോർട്ട് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ യൂസിങ് RPC. ദെൻ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് OS. ഓക്കെ, ബട്ട് ഇത് ഒറിജിനലി ഡെവലപ്പ് ചെയ്തത് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് NFSൻ്റെ ആർക്കിടെക്ചർ. ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഉണ്ടാവും, സെർവർ കമ്പ്യൂട്ടർ ഉണ്ടാവും. ദെൻ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനകത്താണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, ദെൻ വെർച്വൽ ഫയൽ സിസ്റ്റംസ്, യൂണിക്സ് ഫയൽ സിസ്റ്റം. ദെൻ കംസ് NFS ക്ലയൻറ്റ്, NFSൻ്റെ പ്രോട്ടോക്കോൾ, ദെൻ അറ്റ് ദ സെർവർ സൈഡ് സെർവർ കമ്പ്യൂട്ടറിനകത്ത് ഇതുപോലെ തന്നെ വെർച്വൽ ഫയൽ സിസ്റ്റം, ദെൻ NFS സെർവേഴ്സ് ആൻഡ് എഗെയിൻ യൂണിക്സ് ഫയൽ സിസ്റ്റംസ്. സോ ഇതാണ് എൻ്റെ ആർക്കിടെക്ചർ. ഇതിനകത്ത് നിന്ന് നമ്മൾ ഓരോ പാർട്സായിട്ട് നമുക്ക് നോക്കാം. അപ്പം NFS മോഡ്യൂൾ ഇരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ OSൻ്റെ കേർണൽ പോർഷനകത്താണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലയൻറ്റ് റിമോട്ട് ലൊക്കേഷനിൽ ഉള്ള ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ നോക്കുമ്പം അതിന് റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിക്വസ്റ്റിനെ നമ്മുടെ ക്ലയൻറ്റ് മൊഡ്യൂള് NFS പ്രോട്ടോക്കോൾ ഓപ്പറേഷൻ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ആ കൺവേർട്ട് ചെയ്ത റിക്വസ്റ്റിനെ ഇറ്റ് ഈസ് പാസ്ഡ് ടു NFS സെർവർ മൊഡ്യൂൾ. ആ സെർവർ മൊഡ്യൂളിനകത്താണ് ആ പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് വേണ്ട അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ യൂസറിന് വേണ്ട റെലവൻ്റ് ആയിട്ടുള്ള ഫയൽ ഉള്ളത്. ഇനി NFS ക്ലയൻറ്റ് സെർവർ മൊഡ്യൂൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് RPC ആണ്, റിമോട്ട് പ്രൊസീജിയർ കോൾസ്. NFS സെർവറിൻ്റെ RPC ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. അതായത് ഏത് പ്രോസസ്സിന് വേണമെന്നുണ്ടെങ്കിലും ഏത് സമയത്തും റിക്വസ്റ്റ് ചെയ്യാം. ബട്ട് NFS സെർവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും ബൈ ചെക്കിംഗ് ദ യൂസർ ക്രിഡൻഷ്യൽസ്. അതിനുശേഷം മാത്രമേ ആ റിക്വസ്റ്റിന് ഉള്ള ആക്ഷൻ പെർഫോം ചെയ്യൂ. ഓക്കെ, ദെൻ കംസ് വെർച്വൽ ഫയൽ സിസ്റ്റം. നമ്മൾ ഈ ആർക്കിടെക്ചറിനകത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്, രണ്ട് സൈഡിലും ഉണ്ട് വെർച്വൽ ഫയൽ സിസ്റ്റം. എന്താ വെർച്വൽ ഫയൽ സിസ്റ്റം എന്ന് നോക്കാം. നമ്മുടെ NFS പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പെറൻസിയാണ് ആക്സസ് ട്രാൻസ്പെറൻസി. അതായത് ചിലപ്പോൾ ഫയൽ ഇരിക്കുന്നത് ഒരു ലോക്കൽ ലൊക്കേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിമോട്ട് ലൊക്കേഷനിലായിരിക്കാം. അപ്പോൾ യൂസറിന് അങ്ങനെ ഒരു വ്യത്യാസം അറിയാതെ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന ഫയൽ കിട്ടുന്നു. ആ ക്രൈറ്റീരിയയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ആക്സസ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വെർച്വൽ ഫയൽ സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഡിസ്റ്റിങ്ക്യൂഷസ് ലോക്കൽ ഫയൽ ആൻഡ് റിമോട്ട് ഫയൽ. ഓക്കെ, അതുമാത്രമല്ല ഈ VFS ഒരു ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് റിമോട്ടായിട്ടുള്ള ഫയൽസ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ലോക്കലായിട്ടുള്ള ഫയൽസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. ഓക്കെ, എന്നിട്ട് ഈ ഇൻഫർമേഷനെ നമ്മുടെ VFS ഓരോ റിക്വസ്റ്റിൻ്റെ കൂടെയും ലോക്കൽ സിസ്റ്റം മൊഡ്യൂളിലോട്ട് പാസ് ചെയ്യും. ഇനി ഒരു ഫയൽ ഐഡൻറ്റിഫയർ, NFSൽ യൂസ് ചെയ്യുന്ന ഫയൽ ഐഡൻറ്റിഫയറിനെ പറയുന്ന പേരാണ് ഫയൽ ഹാൻഡിൽ എന്ന്. ഫയൽ ഹാൻഡിലിന് 3 പാർട്ടുകളാണുള്ളത്. ഫയൽ സിസ്റ്റം ഐഡൻറ്റിഫയർ, inode നമ്പർ, inode ജനറേഷൻ നമ്പർ. ഓക്കെ, ഫയൽ സിസ്റ്റം ഐഡൻറ്റിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുണീക്ക് നമ്പറാണ്. ആ പെർട്ടിക്കുലർ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഫയൽ സിസ്റ്റം എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ക്രിയേറ്റ് ആവുന്ന നമ്പറാണ്
ഫയൽ സിസ്റ്റം ഐഡൻറ്റിഫയർ. സിമിലർലി inode നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫയൽ സിസ്റ്റത്തിനകത്തും ഒരു ഫയലിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ, ഒരു ഫയൽ നെയിം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ inode നമ്പർ. ഇത് റീയൂസ് ചെയ്യാം ആ ഫയൽ റിമൂവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ കംസ് inode ജനറേഷൻ നമ്പർ. ഈ inode ജനറേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു inode നമ്പർ നമുക്ക് റീയൂസ് ചെയ്യാം ആ ഫയൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് വേറൊരെണ്ണത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ എത്ര തവണ യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഒരു കൗണ്ടാണ് ആക്ച്വലി inode ജനറേഷൻ നമ്പറിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി NFSൻ്റെ ക്ലയൻറ്റ് സൈഡ്. NFS ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു യൂണിക്സ് ഫയൽ സിസ്റ്റംസ്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുക, ഒന്നുകിൽ ലോക്കൽ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ സെർവറിൽ നിന്ന്. അപ്പം ഈ ഫയൽ ലോക്കൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഫയലിൻ്റെ എല്ലാം ഒരു ഇൻഡെക്സ് സ്റ്റോർ ചെയ്ത് വെക്കും. ഇഫ് ഇറ്റ് ഈസ് റിമോട്ട് ആ ഫയലിൻ്റെ ഹാൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ NFS ക്ലയൻറ്റ് മോഡ്യൂളും VFSും ആണ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇനി NFSൻ്റെ സെർവർ ഓപ്പറേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. സെർവർ ഓപ്പറേഷൻസിനകത്ത് NFS ഒരു എന്താണ് റീഡ് ഓപ്പറേഷൻ ഉണ്ട്, റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട്, ദെൻ ലുക്കപ്പ് ഓപ്പറേഷൻസ് ഉണ്ട്, ക്രിയേറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഫയലിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യുക, ഒരു ഫയലിനെ റിമൂവ് ചെയ്യുക, അതേ കണക്ക് ഒരു പെർട്ടിക്കുലർ ഫയൽ ഹാൻഡിലുള്ളതിൻ്റെ ആട്രിബ്യൂട്ട്സ് റീഡ് ചെയ്യുക, സെറ്റ് ചെയ്യുക, ദെൻ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക, ഡയറക്ടറി റിമൂവ് ചെയ്യുക, റീനെയിം ചെയ്യുക, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട് NFSൻ്റെ സെർവർ സൈഡിൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ NFSൻ്റെ ആക്സസ് കൺട്രോൾ ആൻഡ് ഓതൻറ്റിക്കേഷനാണ്. NFS സെർവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്ലെസ് സെർവറാണ്. അതായത് നമ്മൾ ഓരോ തവണയും ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ റിക്വസ്റ്റിൻ്റെ കൂടെയും ക്ലയൻറ്റ് വാലിഡ് ആയിട്ടുള്ള ക്ലയൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടോ ഈ ഒരു ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കെർബറോസ് എന്ന് പറയുന്ന മെക്കാനിസംസ് ഒക്കെ. ദെൻ മൗണ്ട് സർവീസ്. NFSൻ്റെ മൗണ്ട് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മൗണ്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയൽ സിസ്റ്റത്തിനെ മൗണ്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറി ആയിട്ട് ആ ഫയൽ സിസ്റ്റത്തിനെ അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് ആ സിസ്റ്റം അവൈലബിൾ ആക്കുക. അതാണ് മൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ അവൈലബിൾ ആണ് മൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ. അപ്പം മൗണ്ട് ബ്രാക്കറ്റിൽ റിമോട്ട് ഹോസ്റ്റ്, റിമോട്ട് ഡയറക്ടറി, ലോക്കൽ ഡയറക്ടറി ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം സെർവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻസ് എ ടേബിൾ ഓഫ് ക്ലയൻറ്റ്സ്. ഏതൊക്കെ ക്ലയൻറ്റ്സ് ആണ് മൗണ്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ക്ലയൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലയൻറ്റിൻ്റെ കയ്യിലും മൗണ്ടഡ് ഫയൽസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പം സെർവർ സൈഡിൽ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസും ക്ലയൻറ്റ് സൈഡിൽ മൗണ്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസും ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ 3 ടൈപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സെർവർ 1, സെർവർ 2, ദെൻ എ ക്ലയൻറ്റ്. അങ്ങനെ 3 ഫയൽ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കണ്ടാൽ അറിയാം സെർവർ 1, സെർവർ 2ഉം ക്ലയൻറ്റ് എന്ന് പറയുന്ന ഫയൽ സിസ്റ്റത്തിലോട്ട് മൗണ്ട് ചെയ്തേക്കുകയാണ്.
ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം റണ്ണിങ് ഓൺ ദിസ് ക്ലയൻറ്റ്, ആ ക്ലയൻറ്റ് എന്ന് പറയുന്നതിനകത്ത് റൺ ചെയ്യുന്ന പ്രോഗ്രാമിന് സെർവർ 1ലെയും സെർവർ 2ലെയും ഫയൽസിനെ ആക്സസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ പാത്ത് നെയിം വെച്ചിട്ട് സെർവർ 1ൻ്റെയും സെർവർ 2ൻ്റെയും പ്രോഗ്രാംസ് ആക്സസ്, അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫയൽസിനെ, ക്ലയൻറ്റിൻ്റെ പ്രോഗ്രാംസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് മൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പാർട്ട് 1. താങ്ക് യു.